വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൂൺ മാസത്തെ PSC ബുള്ളറ്റിനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. 16ാം കേരള നിയമസഭ മന്ത്രിമാരും വകുപ്പുകളുമാണ് ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് നോക്കിക്കളയാം. VD സതീശൻ, നമുക്കറിയാം 16ാം കേരള നിയമസഭയിലുള്ള 13ാമത് വ്യക്തിയും 24ാമത് മുഖ്യമന്ത്രിയുമാണ് ഇദ്ദേഹം. ധനകാര്യം, ദേശീയ സമ്പാദ്യം, സ്റ്റോർ പർച്ചേസ്, വാണിജ്യ നികുതികൾ, കാർഷിക വരുമാന നികുതി, ട്രഷറികൾ, ലോട്ടറികൾ, സംസ്ഥാന ഓഡിറ്റ്, കേരള സംസ്ഥാന ധനകാര്യ സംരംഭങ്ങൾ, സംസ്ഥാന ഇൻഷുറൻസ്, കേരള ധനകാര്യ കോർപ്പറേഷൻ, സ്റ്റാമ്പുകളും സ്റ്റാമ്പ് ഡ്യൂട്ടികളും, തുറമുഖങ്ങൾ, നിയമം. കഴിഞ്ഞ 10th പ്രിലിംസ് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു നിയമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണെന്നുള്ളത്. അപ്പോൾ അത് VD സതീശൻ്റെ ഒരു വകുപ്പാണ്. ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളും, പൊതുഭരണം, അഖിലേന്ത്യാ സേവനങ്ങൾ, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, മലിനീകരണ നിയന്ത്രണം, ദുരന്ത നിവാരണം, ശാസ്ത്ര സ്ഥാപനങ്ങൾ, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പരിഷ്കാരങ്ങൾ, തിരഞ്ഞെടുപ്പ് സംയോജനം, സൈനിക ക്ഷേമം, ദുരിതാശ്വാസങ്ങൾ, സ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി, സിവിൽ ആൻഡ് ക്രിമിനൽ നീതിയുടെ ഭരണം, പ്രവാസി കേരളീയ കാര്യങ്ങൾ, അന്തർ സംസ്ഥാന നദീജലം, തീരദേശ ഷിപ്പിംഗ്, ഉൾനാടൻ നാവിഗേഷൻ, കേരള സംസ്ഥാന ഉൾനാടൻ നാവിഗേഷൻ കോർപ്പറേഷൻ, ഇൻഫോ ആൻഡ് PR, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, മെട്രോ റെയിൽ, റെയിൽവേ ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ന്യൂവൽസ്, പോസ്റ്റലുകളും ടെലിഗ്രാഫുകളും, എല്ലാ പ്രധാന നയപരമായ കാര്യങ്ങളും. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട വകുപ്പുകളാണ് ധനകാര്യം ഓർക്കുക, അതുപോലെ വാണിജ്യ നികുതികൾ, കാർഷിക വരുമാന നികുതി, ട്രഷറി, ലോട്ടറി, ധനകാര്യ സംരംഭങ്ങൾ, സംസ്ഥാന ഇൻഷുറൻസ്, നിയമം, തുറമുഖങ്ങൾ, പൊതുഭരണം, ദുരന്ത നിവാരണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ VD സതീശനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അടുത്തിവിടെ കൊടുത്തിരിക്കുന്നത് രമേശ് ചെന്നിത്തല, ആഭ്യന്തരം വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, ജയില്, കയറ്. അപ്പോൾ ആഭ്യന്തരമുണ്ട്, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, ജയിൽ, കയർ. ഇതെല്ലാം രമേശ് ചെന്നിത്തലയുടേതാണ്. സണ്ണി ജോസഫിൻ്റെ വകുപ്പുകളാണ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യം, അനർട്ട്. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യം, അനർട്ട്. K മുരളീധരൻ്റെ വകുപ്പുകൾ നോക്കാം. ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, തദ്ദേശീയ വൈദ്യശാസ്ത്രം, ആയുഷ്, മയക്കുമരുന്ന് നിയന്ത്രണം, ഭക്ഷ്യസുരക്ഷ, ദേവസ്വം. അപ്പോൾ ദേവസ്വം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ആരോഗ്യവും ദേവസ്വവും മെഡിക്കൽ വിദ്യാഭ്യാസവും മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും ഒക്കെ ആരുടേതാണ്? K മുരളീധരൻ്റേതാണ്. AP അനിൽകുമാർ, ഭൂമി, റവന്യൂ, സർവേ, ഭൂമിരേഖകൾ, ഭൂപരിഷ്കരണം. അനിൽകുമാറിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ഭൂമി, റവന്യൂ, സർവേ, ഭൂമിരേഖകൾ, ഭൂപരിഷ്കരണം. 16ാം നിയമസഭയിലെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ വിഷ്ണുനാഥ്, PC വിഷ്ണുനാഥിൻ്റെ വകുപ്പുകളാണ് ടൂറിസം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ്. അപ്പോൾ PC വിഷ്ണുനാഥിൻ്റെ ടൂറിസം ഉണ്ട്, സാംസ്കാരികമുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, ചലച്ചിത്ര അക്കാദമി, ക്ഷേമനിധി ബോർഡ്. അടുത്തത് പഠിക്കാനുള്ളത് M ലിജു, സഹകരണം, എക്സൈസ് ആണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ. സഹകരണവും എക്സൈസും M ലിജു. റോജി M ജോണിൻ്റെ ആണ് ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, കൃഷി, വെറ്റിനറി, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെയുള്ള എല്ലാ സർവകലാശാലകളുമാണ് വരുന്നത്. അതുപോലെ പ്രവേശന പരീക്ഷ, നാഷണൽ കേഡറ്റ് കോർപ്സ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമൊക്കെ റോജി M ജോണിൻ്റെ വകുപ്പുകളാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ഓർത്ത് വെച്ചിരിക്കുക. T സിദ്ദിഖിൻ്റെ വകുപ്പുകളാണ് കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ. കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർ ഹൗസിംഗ് കോർപ്പറേഷനൊക്കെ T സിദ്ദിഖിൻ്റെ വകുപ്പുകളാണ്.
കെ എ തുളസിയുടെ വകുപ്പുകളാണ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ വികസനമാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളുടെ വികസനമാണ് കെ എ തുളസിയുടെ വകുപ്പുകൾ. ബിന്ദു കൃഷ്ണ തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീരസഹകരണ സ്ഥാപനങ്ങൾ, വനിതാ ശിശു സംരക്ഷണം, കേരള വെറ്റിനറി മൃഗശാസ്ത്ര സർവകലാശാലയൊക്കെ ബിന്ദു കൃഷ്ണയുടെ വകുപ്പുകളാണ്. തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീരസഹകരണ സ്ഥാപനങ്ങൾ, വനിതാ ശിശു സംരക്ഷണം, കേരള വെറ്റിനറി മൃഗശാസ്ത്ര സർവകലാശാലയൊക്കെ ബിന്ദു കൃഷ്ണയുടെ വകുപ്പുകളാണ്. അടുത്തത് ഒ ജെ ജനീഷിൻ്റെ വകുപ്പുകളാണ് കായികം, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തുശാസ്ത്രം, ആർക്കൈവ്സ്. അപ്പോൾ കായികം, യുവജനകാര്യം ഓർത്ത് വയ്ക്കുക, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തുശാസ്ത്രം, ആർക്കൈവ്സ്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടേതാണ് വ്യവസായം, വാണിജ്യം, വിവരസാങ്കേതിക വിദ്യ, AI, അതുപോലെ നിർമ്മിത ബുദ്ധി, AI പുതിയൊരു വകുപ്പും കൂടിയാണ് AI. വ്യവസായം, വാണിജ്യമുണ്ട്. സ്റ്റാർട്ടപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ. അപ്പോൾ വ്യവസായം, കൈത്തറിയൊക്കെ ആരുടേതാണെന്ന് ചോദിച്ചാൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടേതാണ്. എൻ ശംസുദ്ദീൻ്റെയാണ് പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം, ന്യൂനപക്ഷക്ഷേമം. അപ്പോൾ ന്യൂനപക്ഷക്ഷേമം ഏത് മന്ത്രിയാണെന്ന് ചോദിച്ചാൽ എൻ ശംസുദ്ദീൻ്റെ വകുപ്പുകളാണിതെല്ലാം. പൊതുവിദ്യാഭ്യാസമുണ്ട്, സാക്ഷരതാ പ്രസ്ഥാനമുണ്ട്, വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം, ന്യൂനപക്ഷക്ഷേമം. കെ എം ഷാജി തദ്ദേശ സ്വയംഭരണം, ടൗൺ പ്ലാനിംഗ്, ഗ്രാമവികസനം, പ്രാദേശിക വികസന സമിതികൾ, കില. തദ്ദേശ സ്വയംഭരണം, ടൗൺ പ്ലാനിംഗ്, ഗ്രാമവികസനം, പ്രാദേശിക വികസന സമിതികൾ, കില. പി കെ ബഷീറിൻ്റെ വകുപ്പാണ് പൊതുമരാമത്ത്. പൊതുമരാമത്താണ് പി കെ ബഷീറിൻ്റെ വകുപ്പ്. വി ഇ അബ്ദുൾ ഗഫൂറിൻ്റെ വകുപ്പുകളാണ് ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹിക നീതി. ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹിക നീതിയൊക്കെ വി ഇ അബ്ദുൾ ഗഫൂറിൻ്റേതാണ്. മോൻസ് ജോസഫിൻ്റെ വകുപ്പുകളാണ് ജലസേചനം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണം, ശുചിത്വം, ഭവന നിർമ്മാണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ജലസേചനം ബാക്കിയുള്ളതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഭവന നിർമ്മാണം മോൻസ് ജോസഫാണ്. അനൂപ് ജേക്കബിൻ്റെ വകുപ്പുകളാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജിയൊക്കെ അനൂപ് ജേക്കബിൻ്റെ വകുപ്പുകളാണ്. ഷിബു ബേബി ജോണിൻ്റെ വകുപ്പുകളാണ് വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ്. കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ്, വനം, നൈപുണ്യ വികസനം, ഷിബു ബേബി ജോൺ. സി പി ജോണിൻ്റെയാണ് റോഡ് ഗതാഗതം, മോട്ടോർ വാഹന ജലഗതാഗത വകുപ്പുകൾ. റോഡ് ഗതാഗതം, മോട്ടോർ വാഹന ജലഗതാഗത വകുപ്പുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ PSC ബുള്ളറ്റിനിൽ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്